Hi friends, welcome to Garam Masala, the magic spices of cooking. Spicy Kerala style fish fry. ഇന്ന് നമുക്ക് അയല ഉപയോഗിച്ച് ഒരു സ്പൈസി ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ഇതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, കുറച്ച് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉലുവാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഉലുവാപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഫിഷ് പീസസിന് ചെറുതായൊരു കയ്പുണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കണം. വിനെഗറിന് പകരമായി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ഫിഷ് പീസസിലെല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഫിഷ് പീസസിനെ ഷാലോ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ട്രഡീഷണൽ ടേസ്റ്റിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് പീസസിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടെ കുക്കാകട്ടെ. ഇതിനെയും 10 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഫിഷ് പീസസിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടെ വേവിച്ചെടുക്കണം. ഈ സൈഡും 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫിഷ് പീസസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുവാൻ വേണ്ടിയാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്പൈസി കേരള സ്റ്റൈൽ അയല ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.